നീ എന്റെ ഒരു നല്ല സുഹൃത്താണ്. നീ ശരിക്കൊരു ചെറിയ കുട്ടിയെ പോലെയാണ് തൃശൂൽ. കുട്ടികൾ വാശി കാണിക്കുമ്പോ, കുറുമ്പ് കാണിക്കുമ്പോ അമ്മ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടില്ലേ? പക്ഷെ അടിക്കാറില്ല. ഞാനും അങ്ങനെയാ തൃശൂൽ. ആ സമയത്ത് എനിക്ക് ദേഷ്യം വരാറുണ്ട്. പക്ഷേ നീ വീണ്ടും തിരിച്ചു വരുമ്പോ എല്ലാം ഞാൻ മറക്കും. നീ എന്നെ പ്രണയിക്കുന്നു എന്നുള്ള കാര്യം ഒഴിച്ചാ നിന്റെ എല്ലാ ഗുണങ്ങളും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് തൃശൂൽ. എന്താന്ന് വെച്ചാ എനിക്ക് ത്രിവിക്രമനെ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ വിവാഹ നിശ്ചയം നേരത്തെ തന്നെ കഴിഞ്ഞതാ. ഞാൻ അവനെ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. കണ്ടോ കണ്ടോ, ഇതാ എനിക്ക് ദേഷ്യം വരുന്നത്. മിണ്ടാതെ ഉറങ്ങ്. ശിവാനി, ശിവാനി, ശിവാനി എന്തിനാണ് ഇവിടെ വന്നത്? ആദിശേഷന്റെ പ്രാണൻ പോയതിനു ശേഷം നാഗലോകത്ത് അവൾ ഇല്ലാത്തത് കണ്ടപ്പോ ആദിശേഷൻ ഇല്ലാതായി പോയതുകൊണ്ട് അവളുടെ പ്രാണനും അപകടം സംഭവിച്ചു എന്ന് കരുതി. എന്നാൽ അവൾ ഇന്നും ജീവനോടെ തന്നെ ഉണ്ട്. അവൾ ജീവനോടെയുള്ളത് ശരി തന്നെ, പക്ഷെ അവൾ എന്തിനാണ് ഭൂലോകത്തേക്ക് വന്നത്? അവൾക്ക് ഇവിടെ എന്താണ് ജോലി? ആദിശേഷനെ എങ്ങാനും തെരഞ്ഞു വന്നതായിരിക്കുമോ? ആദിശേഷൻ മറുജന്മമെടുത്ത കാര്യം അവൾക്ക് മനസ്സിലായി കാണുമോ? അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ത്രികാല ഗുരുദേവൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. നാഗലോകത്ത് വച്ച് ആദിശേഷനെ ലഭിക്കാത്തത് കൊണ്ടായിരിക്കും അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. നാഗലോകത്ത് വച്ച് ഞാൻ എത്ര വശീകരിച്ച് ആദിശേഷനെ എന്റെ വശത്താക്കാൻ ശ്രമിച്ചിട്ടും അവന്റെ ഒരു നോട്ടം പോലും എന്റെ നേരെ വന്നതേയില്ല. അതിനെല്ലാം കാരണം ഈ ശിവാനിയ. ആദിശേഷനെ വശീകരിച്ച് നാഗലോകത്തെ യുവറാണിയാവാനുള്ള എന്റെ സ്വപ്നത്തിനും മണ്ണിട്ടത് ഈ ശിവാനിയ. തിരിച്ചു വന്ന ആദിശേഷനെ എനിക്ക് സ്വന്തമാക്കാൻ കഴിയില്ലേ? വീണ്ടും നാഗറാണിയുടെ കിരീടം എന്നിൽ നിന്നും അകന്നു പോകുമോ? ശിവാനി, ശിവാനി, ശിവാനി ഇപ്പൊ എന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ശിവാനി എന്റെ സ്വന്തമല്ലേ? യെസ്, യെസ് ഫോർ ശിവാനി. നിനക്ക് സങ്കടമാവട്ടെ, സന്തോഷമായിക്കോട്ടെ, അതെല്ലാം തന്നെ വന്ന് പറയുന്നത് എന്റെ അടുത്തല്ലേ? നിനക്ക് എല്ലാ സമയത്തും ഓർമ്മ വരുന്നത് ത്രിവിക്രമനെയല്ല, എന്നെയാ. നിന്നെ താലി കെട്ടാൻ പോകുന്നതും ഈ ഞാനാ. ഒത്തിരി ഭംഗിയായിട്ടുണ്ട് കാണാൻ. നിനക്ക് ശിവാനിയുടെ കൂടെ കല്യാണം ഫിക്സ് ആയി, അത്രേ ഉള്ളൂ. പക്ഷെ നീ അവളെ താലി കെട്ടിയിട്ടില്ല. ശിവാനിയെ നീ 3 കെട്ട് കെട്ടിയതിന് ശേഷമേ അവള് നിന്റെ ആവുള്ളൂ. ശിവാനി, ശിവാനി, ഐ ലവ് യു ശിവാനി, ഐ ലവ് യു ശിവാനി, ഐ ലവ് യു ശിവാനി, ഐ ലവ് യു. തൃശൂൽ, തൃശൂൽ എണീക്ക്. തൃശൂൽ, തൃശൂൽ എണീക്ക്. തൃശൂൽ എണീക്ക്. തൃശൂൽ, തൃശൂൽ, തൃശൂൽ എണീറ്റേ. തൃശൂൽ. ആരാ? ശിവാനി. തൃശൂൽ, വാ നമുക്ക് പോവാം. ശിവാനി, നീ ഇത് എവിടെ പോവാനാണ് വിളിക്കുന്നത്? നീ എന്താ ഇവിടെ? എന്താ തൃശൂൽ, ഞാൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നോ? അങ്ങനെയല്ല, അത് ഈ നേരത്തെ വന്നത് എന്തിനാന്ന്, അതുകൊണ്ട് ചോദിച്ചതാ. വരേണ്ട ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ടാ വന്നത്. എന്താ തൃശൂൽ ഇങ്ങനെ നോക്കുന്നത്? നിന്നോടൊരു കാര്യം പറയാനായിട്ട് കുറെ നാളായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു.
നിനക്കൊരു സർപ്രൈസ് തരണമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്കിനി കാത്തിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഇപ്പൊ തന്നെ എല്ലാം പറയാനാ ഞാൻ വന്നത്. ശിവാനി, നീ എന്തൊക്കെ പറയുന്നത്? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലായിട്ടില്ല. എല്ലാം ഞാൻ തന്നെ തുറന്നു പറയണോ അല്ലേ? തൃശൂർ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ശിവാനി, ശിവാനി, എന്നൊന്ന് പിച്ചി. തൃശൂർ, ഞാൻ നിന്നെ ഇഷ്ടമാണെന്ന് പറയുമ്പോ നീ ചെറിയ കുട്ടികളെ പോലെ. ഒരു തവണ ഒന്ന് പിച്ച് പറയാം. പിച്ച്. എന്നുവെച്ചാ ഇത് സത്യമാണോ? ശിവാനി, നീ ശരിക്കും വന്നോ? നീ ഇതുവരെ പറഞ്ഞതൊക്കെ ഉള്ളത് തന്നെയാണോ? ഇത് സ്വപ്നല്ലേ? ശിവാനി, നീ ശരിക്കും എന്നെ പ്രണയിക്കുന്നുണ്ടോ? അപ്പൊ നിന്റെ മനസ്സ് മാറിയോ ശരിക്കും? നിനക്കെന്നെ വിശ്വാസമല്ലേ തൃശൂൽ? ഏയ് അല്ല, അങ്ങനെയല്ല ഞാൻ. പിന്നെങ്ങനെയാ? തൃശൂൽ, വാ നമുക്ക് ഇവിടുന്ന് പോവാം. ശിവാനി, ഇവിടുന്ന് പോവാനോ? അതെന്തിനാ? നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ട് തൃശൂൽ. നമുക്ക് ഒരുമിച്ച് ജീവിക്കണ്ടേ? അതിനെന്തിനാ ഇവിടുന്ന് നമ്മൾ പോകുന്നത്? നാളെ രാവിലെ തന്നെ അച്ഛനോട് എല്ലാം പറയാം. അച്ഛൻ 100% സംഭവിക്കും. അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമ്മുടെ വിവാഹം നടക്കും. അതത്ര എളുപ്പമല്ല. അതെന്താ ശിവാനി? എന്റെയും ത്രിവിക്രമിന്റെയും വിവാഹം നിശ്ചയിച്ചിട്ട് ഇപ്പൊ ഞാൻ നിന്നെയാണ് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞ അവരത് തെറ്റായ രീതിയിലെടുക്കും. അതുകൊണ്ട് നമുക്കിവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകാം. വാ തൃശൂൽ. നമ്മൾ മാത്രമുള്ള ഒരു ലോകത്തേക്ക് പോകാം. നമുക്ക് അവിടെ സന്തോഷമായിട്ട് ജീവിക്കാം തൃശൂൽ. അല്ല, അത് തൃശൂൽ, പെട്ടെന്ന് വാ, നമുക്ക് പോവാം. കുറച്ചുകൂടെ കഴിഞ്ഞാ എല്ലാരും എണീക്കും. അപ്പോ എല്ലാരും കാര്യങ്ങൾ അറിയുകയും ചെയ്യും. പിന്നെ നമ്മളെ തമ്മിൽ അകറ്റും തൃശൂൽ. ത്രിവിക്രമ ഈ കാര്യം അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ എന്താ ഉണ്ടാവാന്ന് പറയണ്ട. വാ, നമുക്ക് പെട്ടെന്ന് പോവാം. വാ തൃശൂൽ. സോഫയായിരുന്നോ? അപ്പൊ എന്റെ റൂമല്ലേ ഇത്? ശിവ, ശിവ, മരുമോനെ, മരുമോനെ, എണീക്ക്, എണീക്ക്. ചുമ്മാ ഡിസ്റ്റർബ് ചെയ്യാതെ പോവാങ്കിലേ. ഗുഡ് നൈറ്റ്. അവിടെ നമ്മുടെ കുടുംബം തകരാൻ പോകുമ്പോ നീ ഇവിടെ ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് കിടക്കാണോ? എണീക്കടാ. എന്താ പറ്റ? എന്ത് പറ്റിന്നാ? ആ ശിവാനി നിന്നെ പറ്റിച്ചിട്ട് ഒളിച്ചോടി പോയടാ മരുമോനെ. ഇവിടുന്ന് ഇറങ്ങിപ്പോയിന്ന്. അങ്ങളെ ചുമ്മാ ഓരോന്നും പറയണ്ട. ഇന്നലെ രാത്രി അടിച്ച് കുറച്ച് കൂടിയല്ല. കുടിച്ചിട്ട് പറയണതല്ലടാ.
കുടിച്ചതൊക്കെ ഇറങ്ങി പോയട മരുമോനെ, നീ അങ്ങോട്ട് എണീക്ക്. പറ്റിച്ചട മരുമോനെ, നിന്നെ പറ്റിച്ചട അവള്. അന്ന് സാരി വാങ്ങിക്കൊടുത്തപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, സ്വർണം വാങ്ങിക്കൊടുത്തപ്പോ ഞാൻ വീണ്ടും പറഞ്ഞു. ആര് കേൾക്കാൻ? സ്വർണവും തുണിയും സാധനങ്ങളും എല്ലാം എടുത്തോണ്ട് നിന്റെ ശിവാനിയെ തൃശൂരിന്റെ കൂടെ ഓടിപ്പോയടാ മരുമോനെ, ഓടിപ്പോയി. അയ്യോ, നിന്റെ വായിൽ നീ തന്നെ മണ്ണ് വാരിട്ടല്ലോ. ഇത്തരത്തിലൊരുത്തിയാടാ നീ പ്രേമിച്ചത്? ഫോറിൻ പെണ്ണെന്നും പറഞ്ഞ് നടന്നിട്ട് അവള് ഫോറിനിലേക്ക് തന്നെ ഓടിപ്പോയി കളഞ്ഞല്ലോടാ മരുമോനെ, അങ്ങോട്ട് തന്നെ പോയി. അങ്ങളെ കുറച്ചു നേരം മിണ്ടായിരിക്കുന്നുണ്ടാ. എടാ അവിടെ നിക്കടാ. എങ്ങനെയാടാ മിണ്ടാതിരിക്കണേ? കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിക്കൊണ്ട് പോയടാ മരുമോനെ. സ്വർണ്ണക്കട്ടിയാണ് തങ്കക്കട്ടിയാണെന്നൊക്കെ അവളെ കുറിച്ച് പറഞ്ഞിട്ട് സ്വർണ്ണം എല്ലാം അവൾ എടുത്തോണ്ട് പോയല്ലോടാ മരുമോനെ. ഈ വീട്ടിലെ മരുമോളാവും എന്നൊക്കെ പറഞ്ഞിട്ട് തൃശൂലിനെയും വിളിച്ചോണ്ടാണല്ലോടാ മരുമോനെ അവള് പോയത്. അയ്യോ. അങ്കിൾ ശിവാനി എവിടെ കണ്ടത്? തൃശ്ശൂരിന്റെ റൂമിലുണ്ടോ അവള്? ഇല്ലടാ മരുമോനെ, ശിവാനി തൃശൂലിനെയും വിളിച്ചോണ്ട് പുറത്തേക്ക് പോകുന്നത് ഞാൻ എന്റെ ഈ 2 കണ്ണുകൊണ്ടും കണ്ടതാടാ. വാട്ട്? നോക്ക് മരുമോനെ, നോക്ക്. അല്ല, എല്ലാ സ്ഥലത്തും ചെക്കൻ പെണ്ണിനെ വിളിച്ചിറക്കൊണ്ട് പോകുമ്പോ നമ്മുടെ വീട്ടില് പെണ്ണ് തന്നെ ചെറുക്കനെ വിളിച്ചിറക്കൊണ്ട് പോയി. ഓടിപ്പോയി മരുമോനെ, നിന്റെ ശിവാനി ഓടിപ്പോയി. എന്തു പറ്റി? എന്റെ കൂടെ വരുന്നില്ലേ? നീ എന്നെ ശരിക്കും വിളിച്ചോണ്ട് പോവാണോ? മനസ്സിലാവുന്നില്ല. എന്നെ ഇപ്പോഴും നിനക്ക് വിശ്വാസം വന്നിട്ടില്ല അല്ലേ? അത് സാരമില്ല. ഞാൻ ത്രിവിക്രമമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ച് ഇപ്പൊ നിന്നെയും കൂട്ടി ഓടിപ്പോവാന്ന് പറയുമ്പോ നീ എത്ര തവണ എന്റെ അടുത്ത് നിന്റെ പ്രണയം പറഞ്ഞിട്ടും ഞാനത് സമ്മതിച്ചില്ലല്ലോ. പക്ഷെ ഇപ്പോ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വന്ന് പറയുമ്പോ ആർക്കായാലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നേ. ഇത്രയും നാളെ നിനക്കില്ലാതിരുന്ന പ്രണയം ഇന്ന് പെട്ടെന്ന് എങ്ങനെ വന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നല്ല തൃശൂൽ, എനിക്ക് നിന്നോട് നേരത്തെ തന്നെ പ്രണയം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി നീ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്കത് സമ്മതിച്ചു തരണമെന്ന് തോന്നി. പക്ഷെ വീട്ടിലെല്ലാരും അറിയുമെന്ന് കരുതിയിട്ടാ അപ്പ പറയാതിരുന്നത്. തൃശൂൽ, നിനക്കെന്നെ വിശ്വാസം വരാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നീ പറ. അത് ഞാൻ ചെയ്തോളാം. നിന്റെ പ്രണയത്തിന് വേണ്ടി ഞാൻ മരിക്കണമെന്നാണെങ്കിൽ. ശിവാനി, അങ്ങനെയൊന്നും പറയല്ലേ. എന്താ ഇതൊക്കെ? ഇങ്ങോട്ട് നോക്കി, എന്നെ നോക്ക്. നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ റെഡിയാണ്. എങ്ങോട്ടേക്ക് വേണമെങ്കിലും വരാനും റെഡിയാ. വാ, നമുക്ക് പോവാം. എന്നാ അങ്ങനെ ആവട്ടെ, വാ നമുക്ക് പോവാം. തേച്ചില്ലേ പെണ്ണേ, ഫോറിനിൽ നിന്ന് വന്നിട്ട് നീ എല്ലാരെയും തേച്ചില്ലേ. വെറുതെ ശിവാനിയെ പറ്റി ഇങ്ങനെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട. ശിവാനി വന്ന് തൃശ്ശൂരിലും കൊണ്ട് പുറത്തേക്ക് പോകാൻ ഒരു ചാൻസും ഇല്ല. മരുമോനെ, ഞാൻ എന്റെ ഈ 2 കണ്ണുകൊണ്ടും കണ്ടതാടാ മോനെ. നോ, ഒരിക്കലും സാധ്യമല്ല. എടാ മരുമോനെ, നീ ദൈവത്തെ പോലെ കാണുന്ന ഈ മാമൻ പറയുന്നത് നിനക്ക് വിശ്വാസം വരുന്നില്ലേ? എന്തൊക്കെയാടാ നീ പറയുന്നേ? ദൈവമേ, ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നീ മിണ്ടാതിരിക്കുന്നുണ്ടല്ലോ അവിടെ. അങ്ങളെ, ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്ത് പോകുന്നുണ്ടോ? മരുമോനെ, ഈ മാമന്റെ വാക്ക് നീ തീരെ വിശ്വസിക്കുന്നില്ലേ? ഒരു കാര്യം ചെയ്യ്, നീ അവളെ ഒന്ന് വിളിക്ക്. എന്നിട്ട് എവിടെയാണുള്ളതെന്ന് ചോദിക്ക്. ഫോൺ എടുക്കുന്നില്ല അല്ലേ? ഒരു കാരണവശാലും എടുക്കൂല.
ഫോറിനിന്ന് വന്ന പെണ്ണ് എല്ലാം എടുത്തോണ്ട് ഓടി. നമ്മൾ എന്ത് തന്നെ ചെയ്താലും അവർ തമ്മിൽ ജോഡി. ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ ഡെഡ് ബോഡി. ശിവാനി, ഇവിടേക്ക് എന്തിനു വിളിച്ചോണ്ട് വന്നേ? ഇത് ഏതേ സ്ഥലം? നമുക്ക് ഇവിടെ എന്താ കാര്യം? പറഞ്ഞിരുന്നില്ലേ തൃശൂൽ നമുക്ക് ദൂരേക്ക് പോകാന്ന്? ആ, ദൂരെ പോകുന്ന കാര്യം പറഞ്ഞു. പക്ഷെ ഇവിടേക്കാണ് വരുന്നതെന്ന് പറഞ്ഞില്ല. ഇവിടെ വഴിയൊന്നുമില്ലല്ലോ. വഴിയുണ്ട്. നമ്മുടെ പ്രണയത്തിന് ഇവിടെ ഒരു രഹസ്യ വഴിയുണ്ട്. ശിവാനി, നീ എന്തൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. നമ്മൾ ഇവിടേക്ക് വരേണ്ട കാര്യം എന്താ? തൃശൂൽ, ഞാൻ നിന്റെ പ്രണയാഭ്യർത്ഥന സ്വീകരിച്ചു. എന്റെ പ്രണയം ഞാൻ നിന്നോട് പറയുകയും ചെയ്തു. എന്നിട്ട് ഇവിടെ വന്നത് എന്തിനാ നീ ചോദിക്കുന്നേ? എന്റെ പ്രണയം നിനക്ക് വേണ്ടേ? അയ്യോ, അങ്ങനെയല്ല ശിവാനി. ഞാൻ പറഞ്ഞത് നമുക്ക് രണ്ടുപേർക്കും അവിടെ തന്നെ നിന്നാ പോരായിരുന്നു എന്നാ. എവിടെയായിരുന്നാലും നമ്മൾ തമ്മിൽ പ്രണയിക്കുന്നുണ്ടല്ലോ. ഇല്ല, അവിടെ നിന്നാൽ ഭയം എന്റെ പ്രണയത്തെ തടഞ്ഞു വെക്കും. എന്ത് ഭയം? അവർ നമ്മളെ തമ്മിൽ അകറ്റുമോ എന്നുള്ള ഭയം. നമ്മളെ എന്തിനാണ് അകറ്റുന്നത്? അച്ഛൻ ഞാൻ പ്രണയിക്കുന്ന കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇതേ കൂടുതൽ നമുക്ക് എന്താ വേണ്ടേ? അത് നീ പ്രണയിക്കുന്ന പെൺകുട്ടി ആരാണെന്ന് അറിയുന്നതിന് മുൻപേ പറഞ്ഞതല്ലേ? ചേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് അനിയൻ പ്രണയിക്കുന്നതെന്ന് അറിഞ്ഞ ആരെങ്കിലും അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സമ്മതിക്കില്ല. പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ആരെങ്കിലും ഒരാൾ ഉറപ്പായിട്ടും ഉണ്ടാവും. ആ ഒരാള് മതി നമ്മളെ തമ്മിൽ അകറ്റാനായിട്ട്. ശരി, പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇവിടെ നിന്ന് എവിടേക്ക് പോകാനാ? ഇതൊരു കടലല്ലേ? നമ്മുടെ പ്രണയത്തിന് ഈ കടലിന് മീതെ നമ്മളെ കൊണ്ടുപോകാനുള്ള ശക്തിയുണ്ട് തൃശൂൽ. വെറുതെ ഇരിക്കും ശിവാനി. ഈ കടല് നമ്മളെ രണ്ടുപേരും കൊണ്ടങ്ങ് പോവും. എന്താ തൃശൂൽ, എന്റെ പ്രണയത്തിന് ആ ശക്തി ഇല്ലെന്നാണോ? നീ എന്റെ കണ്ണിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്ക്. എന്റെ പ്രണയം എന്താണെന്ന് നിനക്ക് മനസ്സിലാകും. തൃശൂൽ, നമുക്ക് ദൂരേക്ക് പോവാം. നമ്മുടെ പ്രണയ ലോകത്ത് ആലിംഗനബദ്ധരായി നിന്നുകൊണ്ട് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാം. നീ എന്റേതാണ് ആദിശേഷ. തൃശൂൽ, ഇത്രയും നാൾ ഞാൻ കാത്തിരുന്ന എന്റെ പ്രണയം ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുകയാണ്. നീ എനിക്കുള്ളതാണ്, ഞാൻ നിനക്കുള്ളതും. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. ആർക്കും അറിയാത്ത ഈ പ്രണയം നമുക്ക് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാം. വാ തൃശൂൽ, വാ. അയ്യോ, എന്റെ മരുമോന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ.
അവള് പാതി വഴി കളഞ്ഞിട്ട് പോയിട്ട് ഇവനെ പരീക്കുട്ടിയെ പോലെ ആക്കി കളഞ്ഞല്ലോ ദൈവമേ. മരുമോനെ, ആ ശിവാനി നിന്നോട് എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല.